ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 63-ാം അധ്യായം സൂറത്തുൽ മുനാഫിഖൂൻ കഴിഞ്ഞ 10 ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഈ ഒരു സൂറത്തിൻ്റെ അവലോകന ക്ലാസ്സാണ്. 28-ാം ജുസയിൽ ആകെയുള്ള 9 സൂറത്തുകളിൽ 6-ാമത്തെ സൂറത്താണ് ഈ ഒരു മുനാഫിഖൂൻ എന്ന സൂറത്ത്. ഈ സൂറത്തിൻ്റെ പേര് അൽ മുനാഫിഖൂൻ അഥവാ കപടവിശ്വാസികൾ എന്നാണ്. ഈ ഒരു നാമം ആദ്യ ആയത്തിൽ 2 തവണയും സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് 2 തവണയും വരുന്നുണ്ട്. ആകെ 11 ആയത്തുകളാണ് ഈ ഒരു സൂറത്തിലുള്ളത്. 5 സൂറത്തുകളിലാണ് പരിശുദ്ധ ഖുർആനിൽ ആകെ 11 ആയത്തുകൾ മാത്രം വരുന്നത്. ഈ സൂറത്തിന് പുറമെ സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ ദുഹ, സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ ഖാരിയ എന്നീ സൂറത്തുകളിലും ആകെ 11 ആയത്തുകൾ മാത്രമാണുള്ളത്. ഈ സൂറത്ത് 28-ാം ജുസയിലെ മറ്റെല്ലാ സൂറത്തുകളെയും പോലെ മദനീയ ആണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൽ 2 റുക്കൂകളാണുള്ളത്. 1-ാമത്തെ ആയത്ത് മുതൽ 8-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് 1-ാമത്തെ റുക്കൂൾ. 9 മുതൽ 11 വരെയുള്ള ആയത്തുകൾ ചേർന്നതാണ് 2-ാമത്തെ റുക്കൂൾ. ഈ സൂറത്തിൻ്റെ തുടക്കം ഇദാ ജാ എന്ന പദം കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ ആകെ 2 സൂറത്തുകളൊക്കെയാണ് ഇതേപോലെയുള്ള തുടക്കമുള്ളത്. ഇദാ എന്ന പദം കൊണ്ട് തുടങ്ങുന്ന 7 സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ സൂറത്തിലെ എല്ലാ ആയത്തുകളുടെയും അവസാനം നൂൻ എന്ന അക്ഷരം കൊണ്ടാണ്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിൽ ആദ്യ റക്അത്തിൽ സൂറത്തുൽ ജുമുഅയും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂനും ഓതൽ സുന്നത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ അഅല, സൂറത്തുൽ ഗാഷിയ എന്നീ സൂറത്തുകളും ജുമുഅ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ളതാണ്. ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങാൻ ഒരുങ്ങുമ്പോഴോ മടക്ക യാത്രയിലോ അല്ലെങ്കിൽ മദീനയിൽ തിരിച്ചെത്തിയ ഉടനെയോ അവതരിച്ചതാകും ഈ സൂറത്ത് എന്നതാണ് കരുതപ്പെടുന്നത്. മദീനയിൽ തിരിച്ചെത്തിയ ശേഷമാകാനാണ് കൂടുതൽ സാധ്യത. ഈ യുദ്ധം ഹിജ്റ 6-ാം വർഷം ഷഅബാനിലാണ് നടന്നത്. ആദ്യ 8 ആയത്തുകളിൽ, അതായത് 1-ാം റുക്കൂയിൽ കപടവിശ്വാസികളുടെ സ്വഭാവവും അവരുടെ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്നുണ്ട്. 2-ാമത്തെ റുക്കൂയിൽ, അതായത് 9 മുതൽ 11 വരെയുള്ള ആയത്തുകളിൽ മക്കളെയും ധനത്തെയും ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, ഒരു സത്യവിശ്വാസി എങ്ങനെയാണ് ആ രൂപത്തിൽ മക്കളെയും ധനത്തെയും ഒക്കെ വിനിയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമാക്കി തരുന്നു. എല്ലാവർക്കും ആത്മവിചാരണ നടത്താൻ തോന്നുന്ന ആയത്തുകളാണ് ഈ സൂറത്തിലെ അവസാന 3 ആയത്തുകൾ. ഈ സൂറത്തിലെ ആദ്യ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, നബിയെ, കപടവിശ്വാസികൾ താങ്കളുടെ അടുക്കൽ വരുമ്പോൾ അവർ പറയും, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിനറിയാം താങ്കൾ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയെന്ന്. നിശ്ചയമായും കപടവിശ്വാസികൾ കളവ് പറയുന്നവരാകുന്നു. അത് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, തങ്ങളുടെ ശപഥങ്ങളെ, തങ്ങളുടെ സത്യം ചെയ്യലുകളെ അവർ ഒരു തടവ് അല്ലെങ്കിൽ ഒരു പരിച ആക്കിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും അവർ ജനങ്ങളെ തടയുകയാണ്. നിശ്ചയമായും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയോ ദുഷിച്ചതത്രേ. 3-ാമത്തെ ആയത്തിൽ അത് അവർ വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും ചെയ്തതുകൊണ്ടാകുന്നു. അതിനാൽ അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവർ കാര്യം ഗ്രഹിക്കുന്നതല്ല. 4-ാമത്തെ ആയത്തിൽ അവരെ താങ്കൾ കണ്ടാൽ അവരുടെ ശരീരങ്ങൾ താങ്കളെ ആശ്ചര്യപ്പെടുത്തും. അവർ വല്ലതും പറയുന്ന പക്ഷം അവരുടെ വാക്കിലേക്ക് താങ്കൾ ചെവി കൊടുത്തു പോവുകയും ചെയ്യും. ചാരി വെക്കപ്പെട്ട മരത്തടികൾ എന്നോണം ഇരിക്കുന്നു അവർ. ഉച്ചത്തിലുള്ള എല്ലാ ശബ്ദവും അവർക്കെതിരാണെന്ന് അവർ വിചാരിക്കും. അവരെത്രേ ശത്രു. ആകയാൽ അവരെ സൂക്ഷിച്ചുകൊള്ളുക. അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ, അവരെ ശപിക്കട്ടെ. എങ്ങനെയാണ് അവർ സത്യം വിട്ട് തെറ്റിക്കപ്പെടുന്നത്? 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വരുവിൻ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിക്കൊള്ളും എന്ന് ആ മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ അവർ തങ്ങളുടെ തല തിരിച്ചു കളയും. അഹംഭാവം നടിക്കുന്നവരായും കൊണ്ട് അവർ തട്ടിത്തിരിഞ്ഞ് പോകുന്നതായി താങ്കൾ കാണുകയും ചെയ്യും. 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അവർക്ക് വേണ്ടി താങ്കൾ പാപമോചനം തേടിയോ അവർക്ക് വേണ്ടി താങ്കൾ പാപമോചനം തേടിയില്ലയോ, രണ്ടും അവരിൽ സമമാകുന്നു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതേയല്ല. നിശ്ചയമായും തോന്നിവാസികളായ ജനങ്ങളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. 7-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അവരെത്രേ പറയുന്നവർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലുള്ളവർക്ക് നിങ്ങൾ ഒന്നും ചെലവ് ചെയ്യരുത്. അങ്ങനെ അവർ വേറിട്ട് പോയിക്കൊള്ളും, നമ്മുടെ നാട്ടിൽ നിന്ന് അവർ പോയിക്കൊള്ളും. എന്നാൽ അള്ളാഹു പറയുന്നു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഖജനാക്കൾ, ഭണ്ഡാരങ്ങൾ അത് അള്ളാഹുവിനാണ് താനും. പക്ഷേ കപടവിശ്വാസികൾ ഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ആ മുനാഫിക്കുകൾ പറയുന്നു, നാം മദീനയിലേക്ക് മടങ്ങിച്ചെന്നാൽ കൂടുതൽ പ്രതാപമുള്ളവർ,
കൂടുതൽ നിന്ദ്യരായുള്ളവരെ അവിടെ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന്. അള്ളാഹു പറയുകയാണ്, പ്രതാപം അള്ളാഹുവിനും അവൻ്റെ റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് താനും, പക്ഷേ കപടവിശ്വാസികൾ അറിയുന്നില്ല. 9-ാമത്തെ ആയത്ത് മുതൽ രണ്ടാമത്തെ റുക്കൂ തുടങ്ങുകയാണ്. ഈ ഒരു 9-ാമത്തെ ആയത്ത് മുതൽ 11-ാമത്തെ ആയത്ത് വരെ ഏതൊരു സത്യവിശ്വാസിയും തൻ്റെ സമ്പത്തും തൻ്റെ മക്കളെയുമൊക്കെ എങ്ങനെയാണ് നല്ല രൂപത്തിൽ വിനിയോഗിക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഹേ വിശ്വസിച്ചവരെ, നിങ്ങളുടെ സ്വത്തുക്കളാകട്ടെ നിങ്ങളുടെ മക്കളാകട്ടെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. ആർ അങ്ങനെ ചെയ്യുന്നുവോ എന്നാൽ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുവീൻ. നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുകയും എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞേക്കുകയും ചെയ്യുന്നതിന് മുമ്പ്, അതായത് എൻ്റെ റബ്ബേ, അടുത്ത ഒരു അവധി വരേക്കും എന്നെ നീ ഒന്ന് ഒഴിവാക്കി പിന്തിച്ചുകൂടെ, എന്നാൽ ഞാൻ ദാനധർമ്മം ചെയ്യുകയും സൽവൃത്തന്മാരുടെ കൂട്ടത്തിലായിത്തീരുകയും ചെയ്യുമായിരുന്നു. 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഒരു ദേഹത്തെയും ഒരാളെയും അതിൻ്റെ അവധി വന്നാൽ അള്ളാഹു പിന്തിപ്പിക്കുന്നതേയില്ല തന്നെ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇങ്ങനെ ഈ ഒരു സൂറത്തിലൂടെ ഏതൊരു മനുഷ്യനും ആത്മവിചാരണ ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ പാരായണം കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون. اتخذوا أيمانهم جنة فصدوا عن سبيل الله إنهم ساء ما كانوا يعملون. ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون. وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون. وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون. سواء عليهم ما استغفرت لهم أم لم تستغفر لهم لن يغفر الله لهم إن الله لا يهدي القوم الفاسقين. هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون.
يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. ഇതോടുകൂടെ സൂറത്തുൽ മുനാഫിഖൂന്റെ പഠനം അവസാനിക്കുകയാണ്. ഇനി അടുത്ത സൂറത്ത് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തു തഗാബുനാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.